ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഹോളിഡേ ആയിരുന്നു. നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഉച്ച ആവാറായപ്പോഴത്തേനും വെളിയിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. ഇപ്പോഴും സൂര്യനൊന്നുമില്ല, നല്ല ചെറിയൊരു ചാറ്റമഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ തണുപ്പ് കൂടി. ഞങ്ങൾ താഴെ വന്നപ്പോൾ സെക്യൂരിറ്റി ഇല്ലായിരുന്നു. പിന്നെ കൊച്ചും ചേച്ചിയും കൂടെ മുകളിൽ പോയി അവരെ വിളിച്ചുകൊണ്ട് വരാൻ പോയി. എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടെ അടുത്ത് തന്നെ ഒരു മോളുണ്ട്, അവിടോട്ടാണ് ഇന്ന് പോകുന്നത്. പോകുന്ന വഴിക്കാണ് അല്ലയാൻ യൂണിവേഴ്സിറ്റി. ഇതാണ് അല്ലയാൻ യൂണിവേഴ്സിറ്റി. ഇത് ഫ്രണ്ട്, ഇത് സൈഡ് വ്യൂ ആണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴും തന്നെ ക്രിസ്മസിന് വെച്ച സാധനങ്ങളൊന്നും അവരെടുത്തുകൊണ്ട് പോയിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് പിന്നെ ഇതൊക്കെ കണ്ട ഉടനെ ഫോട്ടോ എടുക്കണം. പിന്നെ ഫോട്ടോ ചറവറ എടുത്തു. നേരെ മേലോട്ട് നട്ടുച്ചയ്ക്കാണ് പോയതെന്ന് ഓർക്കണം. എല്ലാവരും കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. വെറുതെ പട്ടിച്ചന്തയ്ക്ക് പോയതുപോലെ അവിടം വരെ പോയി തിരിച്ചു വന്നു. മിക്ക ഷോപ്പും അടച്ചിട്ടിരിക്കുകയായിരുന്നു. കൊച്ചുവിനൊരു ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഷോപ്പ് അടവാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചേച്ചി ഒരു ഫോട്ടോ എടുത്ത് തൃപ്തി അടഞ്ഞെങ്കിൽ പോരുന്നു. പിന്നെ ആകെ തുറന്നിരിക്കുന്ന ഒരു കുട്ടികളുടെ ഷോപ്പ് മാത്രമായിരുന്നു. ഇവരെല്ലാം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും നേരെ താഴോട്ട് വിട്ടു. ഇത് ഫ്രോസൺ വെണ്ടയ്ക്ക, ചെറിയ വെണ്ടയ്ക്ക, പിന്നെ ബ്രോക്കലി, പിന്നെ ഇതിനകത്ത് കോക്കനട്ടും ഫ്രോസൺ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സ്ട്രോബെറീസ്. ഇതൊരു എഗ് ട്രീ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഒട്ടുമിക്ക എഗ്ഗും എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ കുറച്ച് മാത്രമേ കിടന്നുള്ളൂ. അതുകൊണ്ട് അത്ര ഭംഗിയിൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഗ്രീൻ ടീ സെക്ഷൻ കണ്ടപ്പോഴത്തേനും കൊച്ചുവിന് അവിടെ നിന്ന് വീണ്ടും ഫോട്ടോ എടുക്കണം. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളുടെയൊക്കെ ഷോപ്പിൽ കയറി വെറുതെ കണ്ടു തിരിച്ചു പോരുന്നു. അന്ന് അത്രയേ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ഡ്യൂട്ടിക്ക് പോയി. ഞങ്ങൾക്ക് 7:30 ആകുമ്പം വണ്ടി വരും. 8 മണിയാകുമ്പം ഡ്യൂട്ടിക്ക് കയറണം. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് നമ്മുടെ നായിക. ഇത് മഞ്ജുക്കുട്ടി. രാവിലെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, എമർജൻസി. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക്. ഞങ്ങളുടെ ഡ്രൈവറിനാണെങ്കിൽ ഹിന്ദി പാട്ട് കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കയറിയ ഉടനെ പറയും പാട്ടിടോ പാട്ടിടോ എന്ന്. 5 മണി ആയതേ ഉള്ളൂ. എന്നും വൈകുന്നേരമാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇന്ന് മീൻകറി വയ്ക്കാമെന്ന് കരുതി. ഇതന്ന് ഹബൂബി മാർക്കറ്റിൽ പോയപ്പം വാങ്ങിയ മീനാണ്. ഞങ്ങളിത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുക്കിങ്ങിലേക്ക് പോയാലോ. മീൻ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെട്ടാൻ എളുപ്പമുണ്ട്. അത് അത്ര കല്ലായിട്ട് ഇരിക്കുമ്പം വെട്ടാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനെ ഇരുന്ന് നമുക്ക് പെട്ടെന്ന് വെട്ടാം. അല്ലെങ്കിൽ തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് താഴത്തോട്ട് ദശയോട് ചേർത്ത് ചെത്തിയാൽ നമുക്ക് പെട്ടെന്നത് തൊലി ചെത്തിയെടുക്കാനായിട്ട് പറ്റും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിച്ചാത്തിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കട്ട് ചെയ്യാൻ പറ്റി.
അങ്ങനെ അതെല്ലാം വെട്ടിത്തീർന്നു. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി ഇതാണ്. മീൻ പെട്ടെന്ന് കട്ട് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യും. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെച്ച് പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിയിട്ടാണ്, കയ്യിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഉലുവ ഒഴിച്ച് സാധാരണ മീൻകറിയിലിടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ഫുള്ള് സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും, ഒരു കുടം വെളുത്തുള്ളിയും, 2 പച്ചമുളകും കീറിയെടുത്തു. എല്ലാം ചെറുതായിട്ട് അരിയുകയാണ്. പച്ചമുളക് മാത്രം നീളത്തിൽ അരിഞ്ഞ്. അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കാം. കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പം 19 ദിവസമായി, എന്നിട്ട് ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് മൂപ്പിച്ചു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആദ്യം ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറകെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇവിടെ സിജിമോള് ഞങ്ങൾക്ക് കാപ്പി ഇടുന്നുണ്ട്. പക്ഷേ കാപ്പിയുടെ കളറിൻ്റെ പേരിൽ 2 പേരും കൂടെ അടിയായി. ഇതാണ് സിജിമോൾ ഉണ്ടാക്കിയ കാപ്പി. കൊച്ചുവിനെ കുറ്റം പറയാനും പറ്റത്തില്ലല്ലേ. കുറച്ച് കടുപ്പം കുറഞ്ഞു പോയി. പിന്നെ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി. നമ്മൾ കണ്ടെയ്നേഴ്സ് ഒന്നും ഇതുവരെ മേടിച്ചിട്ടില്ല. ഈ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് മാറുമെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കുന്നില്ല ഇപ്പം. അവിടെ പോയിട്ട് മേടിക്കാമെന്ന് കരുതിയാണ്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അങ്ങനെ ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ ഇപ്പം തന്നെ നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിടാൻ, എന്നാലും മീനിനെ പിടിക്കുമ്പോൾ കറക്റ്റായിട്ടിരിക്കുള്ളൂ. എന്നും പറഞ്ഞ് ഒത്തിരി ഒന്നും എടുത്തിട്ടിരുത് കേട്ടോ. അങ്ങനെ വെള്ളം അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് നല്ല തീയിൽ തിളപ്പിക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ച് വേവിക്കുക. ഇതിൻ്റെ ഇടയിൽ തന്നെ സിജിമോള് കൂസ് തോരൻ വെക്കുന്നുണ്ട്. തേങ്ങാപ്പൊടി അത് വെള്ളത്തിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തിടുന്നത്. അങ്ങനെ കൊച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ മീൻകറി റെഡിയായി, തോരനും ഏകദേശം റെഡിയായില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.